അനീതി, അന്യായം, തെണ്ടിത്തരം, ചെറ്റത്തരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ ദിനം പ്രതി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് മലയാളം ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്നത്. അതിന് ഈ നിമിഷം വരെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറേ അധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുണ്ട്. വീഡിയോ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണ് നമ്മുടെ നിലപാടുകളോട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. കുറേ ആളുകൾ ഇപ്പോഴും സബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അതുപോലെ ലൈക്ക്, കമന്റ്സ്, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആദ്യമായി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വോയിസ് കേട്ടിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അവരെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയോ? ഉള്ള ആളല്ല ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. എന്റെ അടുത്ത് എന്നെ ഫസ്റ്റ് ഡേ വെളിയിൽ ആണോ പെണ്ണോ? പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ആദ്യ അക്ഷരം എന്താണ്? ചേട്ട ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ പേര് പറഞ്ഞു. ആദ്യ അക്ഷരം ഞാൻ മുല്ലപ്പൂ. ജാസ്മിനാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതിപ്പോ സിബിൻ കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ പാട്ടാണ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സിബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മുടെ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞത്? നമ്മൾ കുറേ കാര്യങ്ങൾ വന്നു പറയുമ്പോൾ പല ആളുകളും പറയും നമ്മൾ ജാസ്മിനെതിരെ പർപ്പസ്ഫുള്ളി ഡിഗ്രേഡിങ് വീഡിയോസ് ചെയ്യാണ്, ജാസ്മിനെതിരെ ഇല്ലാത്ത ന്യൂസുകൾ പടച്ചുവിടാണ്. എന്താണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് സീസൺ 6 എന്ന് പറയുന്ന ഷോയില് ഒരു പ്രത്യേക കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ ജാസ്മിന് വേണ്ടി മാത്രം എന്തുകൊണ്ട് ബിഗ് ബോസ് ചെയ്യുന്നു? ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോ പറയുന്നത് നമുക്കറിയാം, ഈ 2 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. ആരാണ് കപ്പടിക്കാൻ പോകുന്നത്? ജനങ്ങളുടെ മനസ്സിൽ എന്നും വിന്നർ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. പക്ഷേ പല ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വോയിസ് കൊണ്ട് കേൾപ്പിച്ചായിരുന്നു. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും കപ്പ് കൊടുത്ത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ വിന്നറാകാൻ അനുവദിക്കില്ല. എന്ത് സംഭവിച്ചാലും ജാസ്മിൻ തന്നെ മലയാളം ബിഗ് ബോസ് സീസൺ 6 വിന്നർ എന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ചില ആളുകൾ അപ്പോൾ പറയും അതെല്ലാം ക്രിയേറ്റ് ചെയ്ത വോയിസ് ആണ്. ഇത്ര മാത്രമേ ചോദിക്കാനുള്ളൂ. ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഷോയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്തിനു ഭയപ്പെടുന്നു? എന്തിനെ ജാസ്മിന് വേണ്ടി സൈഡിൽ നിന്ന് ഓരോ ആഴ്ചയിലും മോഹൻലാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു? ഇന്നലെയും നമുക്കറിയാമായിരുന്നു ജാസ്മിനോട് ഓരോ കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് ജാസ്മിനോട് ചോദിച്ചിട്ടേ ബാക്കി ആരോട് വേണമെങ്കിലും ചോദിക്കുള്ളൂ. പല സിറ്റുവേഷൻസിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. വളരെ നമുക്ക് എന്താ പറയുക എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജാസ്മിൻ ചെയ്ത തെറ്റുകൾ പർപ്പസ്ഫുള്ളി മറച്ചു വെച്ച് ആ സമയത്ത് മറ്റ് കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയ അതെടുത്ത് ഘോരം പ്രഘോഷിച്ച് അവരെ മനഃപൂർവ്വം അടിച്ച് താഴ്ത്തി അവരെ ഇനി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ബിഗ് ബോസ് അണ്ണനും മോഹൻലാലും കൂടി ചെയ്യുന്നത് നമ്മൾ പല സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യവും ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ബാധകമല്ല. അതാണ് വീണ്ടും നമുക്ക് ചോദിക്കാനുള്ളത്. ജാസ്മിൻ എന്താണ് ഈ ഷോയില് ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ പ്രത്യേക കൺസിഡറേഷൻ എങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് വേണ്ടി എന്തിന് ബിഗ് ബോസ് ഇത്രമാത്രം ഓശാന പാടുന്നു? ജാസ്മിൻ ചെയ്യുന്ന തെറ്റുകൾ എന്തിന് പർപ്പസ്ഫുള്ളി മറന്ന് ജാസ്മിനെ എന്നും പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ പുകഴ്ത്തിപ്പാടി ഇങ്ങനെ ഒരു ഷോ മുന്നോട്ട് പോകുന്നു? അത് ഞാൻ ഇപ്പോൾ ചോദിക്കണം. അല്ലാതെ നാളെ കപ്പ് എല്ലാം ജാസ്മിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കുത്തിരുന്ന് എന്തുമാത്രം പറഞ്ഞാലും ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിലൊരു പ്രത്യേകിച്ച് ഒരു ചേഞ്ച് വന്നിട്ടൊന്നുമല്ല. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ യൂട്യൂബ് ചാനലും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്തുതിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ പ്രതികരിക്കണം. പച്ചയ്ക്ക് തന്നെ പറയണം ഇവന്മാരുടെയൊക്കെ മുഖത്ത് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചാളുകളാണെങ്കിൽ പോലും ഒരു 10 ആളാണെങ്കിൽ അവർക്കെങ്കിലും അതിലൊരു 2 ആൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായ അത് തന്നെയാണ് എന്റെ വിജയം. അതെ, ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് എന്നോട് പറഞ്ഞവര്. അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ചാനലിന്റെ ഏറ്റവും ഈ ചാനലിലെ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് പറഞ്ഞത്. ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് എന്നെ കാണാൻ വരുന്നു. നീ സൂപ്പർ ആയിട്ട് ഗെയിം കളിക്കില്ലേ? അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തിരിച്ചു കയറി വരുന്നു. അപ്പോഴുള്ള കോൺവെർസേഷൻ ആണ്. നീ എന്ത് അടിപൊളിയാണ്, നീ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത് നീ ആ കോമഡിയുമായി എന്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയാൽ നീ ആൾക്ക് ഇതിനെ കളിക്കാൻ പോണേ നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുക. നീ അവള് വിട്, നീ ഫൺ പിടിക്കുക, അത് പിടിക്കുക. അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുപോകുന്നതാണ് അവര്. അതിൽ ഈ ഷോയില് വേറെ ഒരു വ്യക്തികൾക്കെതിരെയും ഗെയിം കളിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഓൺലി ജാസ്മിനെതിരെ മാത്രം.
അപ്പൊ നിങ്ങളെല്ലാവരും സ്വയമായി ചിന്തിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത്, എന്താണ് ജാസ്മിനുള്ള പ്രത്യേകത. നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൃത്യമായി താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും നമുക്ക് പറയാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു നാറി ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഷോയാണ്. ഇതൊന്ന് കേക്ക്. ഇപ്പൊ എനിക്ക് അഭിഷേക് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അഭിഷേക് ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട്. സിജോയും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. ജിൻഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിൻഡോ ചേട്ടനെ ഇവര് ജയിപ്പിക്കില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന്. ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോയുടെ പേരാ പറയുന്നത്. ശ്രീരേഖ ചേച്ചി പറയുന്നു, ശരണ്യ പറയുന്നു, അൻസിബ പറയുന്നു. പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അങ്ങനെ പബ്ലിക്കിൽ പറയരുത്, ജിൻഡോയുടെ പേര് നിങ്ങൾ പറയരുത്. ജിൻഡോ കണ്ടോ എന്തുകൊണ്ട് അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ കണ്ടസ്റ്റൻസിനും പറഞ്ഞു കൊടുക്കുന്നു. അവരത് മിക്കവാറും ആളുകൾ അവർ പറയുന്നതനുസരിച്ച് ചെയ്യും. കാരണം നമുക്കറിയാം അവരുടെ ഒരു നാറിയ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിക്കലുണ്ട്. അവർ പറയുന്നത് കേട്ട് ഇത്ര മാസത്തോളം അവർ അടിമകളെ പോലെ ജീവിച്ചോളാം. അങ്ങനെയാണല്ലോ ആ കോൺട്രാക്റ്റിന്റെ ഒരു ആകെ മൊത്തം ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുറത്തു വരുന്ന ഒരു കണ്ടസ്റ്റൻസും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന നാറിക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്തത്. ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജയിക്കുമെന്ന് മറ്റൊരു കണ്ടസ്റ്റന്റും പുറത്തു വന്നു പറയരുത്. അതായത് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഹൈപ്പ് കിട്ടുന്ന ഒരു ന്യൂസും പുറത്തു വരരുത്. നമുക്കറിയാം പല സിറ്റുവേഷൻസിലും പല ദിവസങ്ങളിലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഒരു വീഡിയോ പോലും, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഏഷ്യനൈറ്റ് എന്ന് പറയുന്ന ഈ ചാനല് എപ്പോഴും പല പ്രൊമോസ് ഇടുന്ന ചാനലാണ്. പക്ഷെ ഈ ഏഷ്യാനെറ്റിന്റെ ഏതെങ്കിലും ഒരു പ്രൊമോയില് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ജിൻഡോയെ കാണാറുണ്ടോ? കാണാറില്ല. പർപ്പസ്ഫുള്ളി ഒരു മുക്കാറുണ്ട്. കാരണം ജിൻഡോയോട് എന്തോ ഒരു പ്രത്യേക വൈരാഗ്യം. മേ ബി ജിൻഡോയോടുള്ള വൈരാഗ്യമാകില്ല, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള കടപ്പാട്, അല്ലെങ്കിൽ ജാസ്മിന് കൊടുത്ത വാക്ക്. ഞാൻ പറഞ്ഞില്ലേ, ജാസ്മിൻ മാത്രം എന്തോ ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് ഈ വേഷത്തിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പിറകിൽ നടക്കുന്ന ആളുകൾക്ക് വേണ്ടി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം കൂടി ഞാൻ പറയാട്ടോ. ഞാൻ പറഞ്ഞു ജിൻഡോയുടെ പേരുകൾ ഇപ്പൊ എവിടെയും കാണാറില്ലെന്ന് പറഞ്ഞാലും കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എവിടെയൊക്കെയോ തൊട്ടോ ജിൻഡോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെ കാണിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ എന്ന് പറയുന്ന വിഡ്ഢികളുടെ കണ്ണുകളിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ കൃത്യമായ കാര്യങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ഈ നാറികളുടെ പരിപാടികൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഇവർ ചെയ്യുന്ന വൃത്തികേടുകൾ, അല്ലെങ്കിൽ ജിൻഡോയോട് കാണിക്കുന്ന ക്രൂരതകൾ നമുക്ക് മനസ്സിലാകും. ഇനിയും പറയാൻ പോകുന്ന കാര്യം, അതിലും എന്താ പറയാ, നമുക്ക് ശരിക്കും ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മളൊക്കെ ഇതുപോലെ മണ്ടന്മാരാക്കി വിഡ്ഢികളാക്കി അവരുടെ തോന്നിവാസങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു വൃത്തികെട്ട ഷോയുടെ അടുത്ത മുഖമാണ്. നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ആയ ഒരു കണ്ടസ്റ്റന്റ് പറയുമ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയാ, നമുക്ക് കാര്യങ്ങളെ കുറച്ചും കൂടി നമുക്ക് വ്യക്തമാക്കി തരും. മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽ സാറിന്റെ എപ്പിസോഡിലാണെന്ന് ലാൽ സാറും പറഞ്ഞു, ജിൻഡോ ഞങ്ങൾ തരുന്ന മരുന്ന് കഴിച്ചാല് ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങൾ തരുന്ന മരുന്ന് കഴിക്കൂ. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത്, അദ്ദേഹം വളരെ വീക്കാണ്. അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അത് എന്തിന്റെ മരുന്നായിരിക്കും? എന്തുകൊണ്ട് ഇവര് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല? ഒരു മത്സരാർത്ഥി അത് ചോദിക്കാറില്ല. ഞാനേ ചോദിച്ചുള്ളൂ കേട്ടോ. ഒരു മത്സരാർത്ഥിയും ചോദിക്കാറില്ല. ഇപ്പൊ ഗബ്രി ഉൾപ്പെടെ, ഗബ്രി ഒരു മരുന്ന് തരട്ടെ, അപ്പൊ ഒന്ന് ശരിയാവെന്ന് പറയുമ്പോൾ ആ സാർ തരും എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് കഴിക്കും. അത് തരുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് വായിക്കാൻ പറ്റാത്ത ഒറ്റ ഗുളികയായിട്ട് കട്ട് ചെയ്തായിരിക്കും തരുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് മരുന്ന് തരോ? അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും? മേ ബി ബിഗ് ബോസ് ഷോ ആയതിന്റെ പേരിൽ കണ്ടസ്റ്റൻസ് വല്ല ഓവർഡോസ് എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിനെ കുറിച്ച് വളരെ വറീഡ് ആയിട്ട് ബിഗ് ബോസ് അവർക്ക് കൃത്യമായ ഗുളിക എടുത്ത് കൈ കൊടുക്കുവാണോ? ഈ ബിഗ് ബോസിൽ പോയിരിക്കുന്ന ആർക്കും ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു കാര്യം വായിക്കാനുള്ള കഴിവോ ഒന്നുമില്ലേ? ഞാൻ ചോദിക്കുവാണ്. ജിൻഡോ അല്ലെങ്കിൽ ബാക്കി ഏത് കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു രോഗിക്കാണെങ്കിലും, അതൊരു ഷോയിൽ നിന്നല്ല എവിടെയാണെങ്കിലും ഒരു രോഗിക്ക് ഒരു മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ഗുളികയാണ്, നെയിം എന്താണെന്ന് അറിയാനുള്ള ഒരു അവകാശം ആ രോഗിക്കുണ്ട്. അത് ഒരു സ്ഥലത്തും ഒരു ഡോക്ടർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഷോയിൽ വന്ന് കാണിച്ചു കൂട്ടിയ ഒരു നാടകം?
ജിൻഡോ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് തരുന്ന മരുന്നുകൾ കഴിക്കാത്തത്, അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിക്കാത്തത്? ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാമെങ്കിൽ, അതായത് തനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, താൻ ഇതിന് ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ടാബ്ലറ്റ് കഴിച്ചാൽ തനിക്ക് കുറയുമെന്ന് ജിൻഡോ ഒരു ഡോക്ടറോട് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഗുളിക ജിൻഡോയ്ക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത് കൂടാ? അവിടെ വാങ്ങിക്കാൻ കിട്ടാത്ത ഒരു കാര്യം ഒന്നാവില്ലല്ലോ ജിൻഡോ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഇവന്മാരൊക്കെ എത്ര ഉടായ്പ് കാണിച്ചാലും ഇവന്മാരൊക്കെ വിറ്റ കാശ്, ഈ ഹാഫിസ് എന്ന് പറയുന്ന മോനെയൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവൻ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളാണ് ജിൻഡോ, അതിലൊരു സംശയം വേണ്ട. ഇവന്റെയൊക്കെ ഉടായ്പ് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, ഇതിലും വലിയ കളികൾ കണ്ടിട്ട് തന്നെയാണ് ജിൻഡോ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 പോയിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അത് വ്യക്തമാക്കുന്ന രീതിയിലാണ് ജിൻഡോയുടെ ഓരോ പ്രവർത്തനങ്ങളും. പറയാന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേട്ടിരിക്കുമ്പോണ്ടല്ലോ അങ്ങനെ നമുക്ക് അത്രമാത്രം കലിപ്പും ദേഷ്യവും വന്ന് ഇവന്മാരെയൊക്കെ എന്ത് പറയണം, നമ്മുടെ കൺട്രോൾ വിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ് ആ വീഡിയോയിലൂടെ സിബിൻ വെളിപ്പെടുത്തുന്നത്. ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇനി നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, എന്തൊക്കെ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും, എന്തൊക്കെ ചതിക്കുഴികൾ ജിൻഡോയ്ക്ക് മുന്നിൽ വന്നുപെടും, അതൊക്കെ തരണം ചെയ്ത് ജിൻഡോ എങ്ങനെ മുന്നോട്ട് വരുന്നു, അതാണ് ജിൻഡോയുടെ വിജയം. വെതർ അവർ കപ്പ് കൊടുക്കാതിരിക്കെ ജനങ്ങളുടെ മനസ്സിലെ വിന്നർ എന്നും ജിൻഡോയാണ്. നാറിയ കളികൾ കളിച്ച് ഒരു പക്ഷേ ആ കപ്പ് അവർ പല കണ്ടസ്റ്റൻസിനും, എനിക്ക് സംശയമുള്ളത് ജാസ്മിന് തന്നെ കൊടുക്കും തന്നെയാണ്. പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഈ കപ്പ് കിട്ടാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു ഗെയിം പോലും, അതായത് ഒരു ഫിസിക്കൽ ടാസ്ക് പോലും ജയിച്ചിട്ടില്ല. പിന്നെ ഷോയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീലം, വൃത്തികേട്, ക്യാമറയുടെ മുന്നിൽ വന്ന് കുത്തിയിരുന്ന് കെട്ടിപ്പിടുത്തം, ഉമ്മ വയ്ക്കല്, നക്കല്, കടി, ഈ വക വൃത്തികേടുകളല്ലാതെ വേറെ ഒന്നും ഈ ഷോയിൽ കാണിച്ചിട്ടുള്ളതായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ അശ്ലീലം കാണിച്ച് അഴിഞ്ഞാടിയ കാര്യങ്ങൾ ബിഗ് ബോസ് എടുത്ത് കാണിച്ചതിന് അതിന്റെ കൂലിയായിട്ട് ജാസ്മിന് കപ്പ് കൊടുക്കണമെന്നാണ് ഡിസിഷൻ എങ്കിൽ അത് ജനങ്ങളുടെ തീരുമാനമല്ല, അത് ഇതുപോലെ ഇങ്ങനെയുള്ള നാറിയ ഷോ കണ്ടക്ട് ചെയ്യുന്ന അവരുടെ ഡിസിഷനാണ്. അതിപ്പോ നമുക്ക് അവരെ പിടിച്ച് ഈ കപ്പ് ഇന്ന ആൾക്ക് കൊടുക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ നമ്മൾ 100 ദിവസം ജിൻഡോയുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള കമന്റ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ.